ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ലോക 31-ാം ദിനത്തിൽ തകർത്ത് ആടുക തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷനാണ് വരുന്നത്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് ഇല്ലാത്ത തരത്തിലുള്ള കളക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നൊരു അപ്ഡേറ്റ് കൂടെ പുറത്തു വന്നപ്പോൾ അത് ബോക്സ് ഓഫീസിനെ തീയിലേക്ക് എടുത്തെറിഞ്ഞ പോലെ തന്നെ അത്രത്തോളം ഗംഭീരമായിട്ടുള്ള തിരക്കാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 2000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരുന്നു. നേരത്തെ 2500-ഓളമായിരുന്നു, അതിനിടയിൽ 1400 അങ്ങനെ കുതിക്കുകയാണ്. ഈ ഒരു ശനിയാഴ്ച അക്ഷരാർത്ഥത്തിൽ ഈ ഒരു സിനിമ ആഘോഷിക്കാൻ പോവുകയാണ്. നീണ്ട 7 ദിവസത്തോളമുള്ള അവധി കൂടി വരുമ്പോൾ അത് മറ്റൊരു തരംഗമായി മാറുമെന്നുള്ളതിനും സംശയങ്ങളൊന്നുമില്ല. ഇതിനോടകം തന്നെ 100 കോടി ക്ലബിലേക്ക് കയറിയ ചിത്രമാണ് ലോക. മലയാളത്തിൽ നിന്ന് ആകെ 2 സിനിമകളാണ് 100 കോടിക്ക് മുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാക്കേഴ്സ് മുഖാന്തരം കയറിയിരിക്കുന്നത്. ഒന്ന് തുടരും, ഒന്ന് ഈ ഒരു സിനിമ ലോകയുമാണ്. ലോക ഇപ്പോൾ 101.5 കോടിയോളമാണ് നേടിയിരിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ വെറും 6.5 കോടി കൂടിയാണ് സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്താനുള്ളത്. ഇനി ഇന്നത്തെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു. ഇന്ന് 944ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 54,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. 23% ഓക്യുപ്പൻസിയിൽ ഇതുവരെ 17ഓളം ഹൗസ്ഫുൾ ഷോകളും 31ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ. ഈ ഒരു നിമിഷം വരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 89 ലക്ഷം രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ അതേ രീതിയിലേക്കുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 1,20,25 ലക്ഷം രൂപയുടെ കളക്ഷൻ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഫൈനലായി പ്രതീക്ഷിക്കുന്നത് 2 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. തീർച്ചയായും 1.5 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ. കേരള ബോക്സ് ഓഫീസിൽ അക്ഷരാർത്ഥത്തിൽ നമുക്കത് ഞെട്ടിക്കുന്ന ഒരു കളക്ഷനാണ്. ഇതുവരെ ഒരു സിനിമയ്ക്കും 31-ാം ദിനം 1 കോടി നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഒരു സർവ്വകാല റെക്കോർഡ്, പുതിയ റെക്കോർഡ് തന്നെയാണ്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ വലിയ താരനിരയുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു സിനിമയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്തിനാ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾക്ക് പോലും അങ്ങനെ നടന്നിട്ടില്ല. ഇവിടെ ചന്ദ്ര, അതായത് നമ്മുടെ കല്യാണി മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരമായി മാറുന്ന നിമിഷമാണ്. 30 ദിവസം കൊണ്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 109 കോടി 10 ലക്ഷം രൂപയോളം എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. വേൾഡ് വൈഡായിട്ട് 282.5 കോടിയോളം സിനിമ 30 ദിനം കൊണ്ട് നേടി എന്നുള്ളതും പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഇന്നത്തോടെ 110 കോടിയിലേക്ക് എത്താൻ പോവുകയാണ് കേരള ബോക്സ് ഓഫീസ്. എന്തായാലും വേൾഡ് വൈഡേക്ക് സിനിമ 285 കോടിയും കടക്കും എന്നുള്ളത് ആണ് പറയുന്നത്. ഈ ഒരു 300 കോടി ക്ലബിലേക്ക് കയറാൻ ഇനിയും ദൂരം വളരെ കുറവ്. ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കയറാനും സിനിമയ്ക്ക് വളരെ കുറഞ്ഞ ആ ഒരു ദൂരം തന്നെയാണ്. ഡൊമസ്റ്റിക്കിലും മഞ്ഞുമൽ ബോയ്സിൻ്റെ കളക്ഷൻ തീർക്കാനും ഇനി ഏതാനും അല്ലെങ്കിൽ 1-2 കോടി കൂടി മതി എന്നുള്ളതുമാണ്. എന്തായാലും എല്ലാം കൊണ്ടും ഈ ഒരു സിനിമ ആളിക്കത്തിക്കുകയാണ്. ബോക്സ് ഓഫീസിനെ കത്തിച്ച് ചാമ്പലാക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2-ാം പാർട്ടിൽ ചാത്തനും ഒടിയനും അഴിഞ്ഞാടാൻ പോകുമ്പോൾ മൂത്തോൻ്റെ കാര്യങ്ങളുമായി വരുന്നു എന്നുള്ളതുമുണ്ട്. ഈ പ്രാവശ്യം അതൊന്നും കൂടി കുഴിക്കും. അങ്ങനെയാണെങ്കിൽ ഇതേ ക്വാളിറ്റിയിലാണ് സിനിമ എത്തുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, അടുത്ത വർഷം നമ്മൾ കാണാൻ പോകുന്നത് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായിരിക്കുമെന്നുള്ളതാണ്. അതെ, ഒരുപക്ഷെ ആദ്യ ദിനം 100 കോടിയും ആദ്യ വാരം 200 കോടിയും അത് കഴിയുമ്പോൾ 500 കോടിയും എത്തുന്ന മലയാള സിനിമയാകും. നമ്മുടെ വീഡിയോ സെക്ഷനുമായി സപ്പോർട്ട് ചെയ്തിരണം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട. താങ്ക് യു ബ്രോസ്.